his eternal power, and the deity has been clearly perceived in the things that have been made. സൃഷ്ടിക്കപ്പെട്ട എല്ലാ, അല്ലെങ്കിൽ പ്രകൃതി സൃഷ്ടിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളിലുമായിട്ട് ദൈവത്തിന്റെ അവിടെ പറഞ്ഞിരിക്കുന്ന അവന്റെ നിത്യശക്തിയും അവന്റെ ദിവ്യത്വവും നോക്കുക എന്ന ദൈവത്തിന്റെ അദൃശ്യ ലക്ഷണങ്ങൾ, ദൃശ്യലക്ഷണങ്ങളല്ല, അദൃശ്യ ലക്ഷണങ്ങൾ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? വെളിവാക്കിയിരിക്കുന്നു. എന്നുവെച്ചാല് പ്രകൃതിയിൽ നോക്കിയാൽ നമുക്ക് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അവന്റെ നിത്യശക്തി, അവന്റെ ദിവ്യത്വം, ഇതൊക്കെ അറിയാനായിട്ട് ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞേക്കാം. എന്നാൽ ദൈവത്തെ അറിയാനായിട്ട് അത് പോരാന്നുള്ളതാണ്. ദൈവത്തെക്കുറിച്ചറിയാനോ, അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ അദൃശ്യ ലക്ഷണങ്ങളുടെ വെളിപ്പാടാണ് എന്ത് പ്രകൃതിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൃശ്യമായിട്ട് അവനെ അറിയാനായിട്ടുള്ള ഒരു ക്ഷണമാണ്. അല്ലാതെ അവനെ ശരിയായ നിലയിൽ മനസ്സിലാക്കാനുള്ള പ്രകൃതിയുടെ മാത്രം ഒരാൾക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ദൃശ്യമായി അവനെ തിരിച്ചറിയാനുള്ള ഒരു ക്ഷണമാണ്. അപ്പൊ പ്രകൃതി നോക്കിക്കഴിഞ്ഞാൽ അവന്റെ നിത്യശക്തി നമുക്കറിയാം. നമ്മുടെ നേച്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൈവം എത്ര മഹാനാണ്, എത്ര വലിയവനാണ്, ദൈവത്തിന്റെ സൃഷ്ടി മഹാത്മ്യം എത്ര വലുതാണ് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. എന്നാൽ അത് ഈ നാച്ചുറൽ റെവലേഷൻ എന്ന് പറയുന്നത് ദൈവത്തെ പൂർണ്ണമായി അറിയുന്നതിന് പര്യാപ്തമല്ല. തോമസ് അക്വിനാസ് എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രജ്ഞൻ ഒരിക്കല് ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒന്നാമത് പറയുന്നത് രണ്ട് തരത്തിലുള്ള വെളിപ്പാടുകളുണ്ട്. ഒന്ന് നാച്ചുറൽ റെവലേഷൻ, ഭൂമിയില്, ചരിത്രത്തില്, പ്രകൃതിയില് ഒക്കെ നോക്കിയാൽ ദൈവത്തെക്കുറിച്ചുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ചില കാര്യങ്ങൾ അറിയാനായിട്ട് നാച്ചുറൽ റെവലേഷൻ പോരാ, അതിന് സ്പെഷ്യൽ റെവലേഷൻ വേണം. സ്പെഷ്യൽ റെവലേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു ജീവിച്ചിരുന്നു എന്നുള്ളതിന് ചിലപ്പോൾ ചരിത്രത്തിലൂടെ തെളിവുകൾ കണ്ടെത്താൻ പറ്റും. പക്ഷേ യേശുക്രിസ്തു ദൈവത്തിനാണെന്നുള്ള അറിയണമെങ്കിൽ എന്തുകൊണ്ടേ പറ്റുള്ളൂ? സ്പെഷ്യൽ റെവലേഷൻ ഉണ്ടായാലേ പറ്റുള്ളൂ. കർത്താവിന്റെ പ്രകൃതിയാതീതമായ മിറക്കിൾസിനെ കുറിച്ച് നമുക്ക് വിശ്വസിക്കണമെങ്കിൽ എന്തുകൊണ്ടേ പറ്റുള്ളൂ? പ്രകൃതിയാതീതമായ അല്ലെങ്കിൽ സ്പെഷ്യൽ റെവലേഷൻ വേണം. സ്പെഷ്യൽ റെവലേഷൻ, യേശുക്രിസ്തുവിന്റെ കന്യകാജനനം, ഇതുപോലെ സ്വാഭാവിക ബുദ്ധിക്ക് വെളിവാകാൻ പ്രയാസമുള്ളതായ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടണമെങ്കിൽ ദൈവം അത് വെളിപ്പെടുത്തിയേ പറ്റൂ എന്ന് തോമസ് അക്വിനാസ് പറയുണ്ടായി. അപ്പോൾ ബുദ്ധിയുള്ള ആളുകൾക്ക്, അദ്ദേഹം പറഞ്ഞത് ബുദ്ധിപരമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ദൈവത്തെ. അതുകൊണ്ട് നാച്ചുറൽ റെവലേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് ആൻഡ് ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇനഫ് ടു ബിലീവ് ഇൻ എ ഗോഡ് ഹു ക്രിയേറ്റഡ് ദിസ് വേൾഡ്. ലോകത്തെ സൃഷ്ടിച്ച ഒരു ദൈവത്തെ മനസ്സിലാക്കാൻ ഏകദേശം അത് പര്യാപ്തമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ബുദ്ധിയുള്ള ആളുകളെല്ലാം ദൈവത്തെ വിശ്വസിക്കുന്നവരും അറിയുന്നവരും ഒക്കെ ആയിരിക്കണം. പക്ഷെ അങ്ങനല്ല, അല്ലേ? നമുക്കും ബുദ്ധിയുള്ള പല ആളുകളും എല്ലാവരും ദൈവത്തെ അറിയണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ല, അല്ലേ? ബുദ്ധിയുള്ള എത്രയോ ആളുകൾ ദൈവത്തെ വിശ്വസിക്കാതിരിക്കുന്നവരുണ്ട്. എന്നാൽ അതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബുദ്ധിയുള്ള ആളുകൾ പോലും അവര് ദൈവിക സത്യങ്ങളെ അറിയാതിരിക്കത്തക്ക രീതിയിൽ 2 കൊരിന്ത്യർ 4 അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ലോകത്തിന്റെ ദൈവം അവരുടെ കണ്ണ് കുരുടാക്കി കളഞ്ഞിരിക്കുന്നു. ഈ ലോകത്തിന്റെ ദൈവം അവരുടെ കണ്ണ് കുരുടാക്കി കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് അറിയാൻ പ്രകൃതിയിലും ചരിത്രത്തിലും പലതും ഉണ്ടെങ്കിലും അതൊരു ചൂണ്ടുപലക എന്ന നിലയിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. ആ ചൂണ്ടുപലകയെ അനുസരിക്കാത്തവർക്ക്, അതായത് ഇതിന്റെ എല്ലാം പിന്നിലൊരു ദൈവം ഉണ്ടെന്നുള്ള ആ ബോധ്യം കൊടുക്കത്തക്ക നിലയിലുള്ള ഒരു അദൃശ്യ ലക്ഷണങ്ങളെ വെളിവാക്കുന്ന ഒരു ദൈവത്തിന്റെ ലാംഗ്വേജ് ആണ് പ്രകൃതി. അത് ശരിയാണ്. അല്ലെങ്കിൽ ചരിത്രം, ഇതൊക്കെ ദൈവത്തിന്റെ ലാംഗ്വേജ് ആണ്. പക്ഷെ അത് മനസ്സിലാക്കാൻ നമ്മൾ മടിക്കുകയാണെങ്കിൽ, മത്സരിക്കുകയാണെങ്കിൽ നമുക്ക് ദൈവത്തെ യഥാർത്ഥത്തിൽ ഗ്രഹിക്കുവാൻ കഴിയണമെന്ന് നിർബന്ധമില്ല. ദൈവത്തെ അറിയാൻ സ്പെഷ്യൽ റെവലേഷൻ തന്നെ ഉണ്ടേലേ പറ്റുള്ളൂ. തോമസ് അക്വിനാസിന്റെ ഈ ചിന്തയല്ല ഇന്ന് ആളുകളിലുള്ളത്. ഇന്ന് ദൈവശാസ്ത്രത്തിൽ തന്നെ പറയുന്നത് ദൈവത്തെ അറിയാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ദൈവം തന്നെ വെളിപ്പെടുത്തുക, അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. ചരിത്രത്തിലും പ്രകൃതിയിലും ഒക്കെ ഉള്ള ആ ദൈവത്തിന്റെ ലക്ഷണങ്ങളെ കണ്ടെത്താൻ സാധിക്കുമെങ്കിലും അത് ഒരു ഇന്നവിറ്റബിൾ ഫാക്ടറായിട്ടിരിക്കുന്നില്ല. പല സമയത്തും ദൈവം തന്നെ വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ എല്ലാത്തിനും ഒരു പരിധിക്ക് അപ്പുറത്ത് ഒരു റാഷണാലിറ്റിയുടെ തലത്തിൽ ആളുകൾക്ക് അതിനെ റീസൺ ചെയ്ത് കളയാനായിട്ട് പറ്റിയേക്കും എന്നാണ് ഇന്നത്തെ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ചിന്തകൾ. അപ്പോൾ ദൈവത്തെ അറിയാനായിട്ട് സ്പെഷ്യൽ റെവലേഷൻ ഉണ്ടായാലേ പറ്റൂ. ഈ പ്രകൃതിയിലെ ദൈവത്തിന്റെ വെളിപ്പാടുകളെ തിരിച്ചറിയാൻ മനസ്സില്ലാതെ അതിനോട് റിബല്യസ് ആയിക്കഴിഞ്ഞാൽ, റോമാലേഖനം 1 അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ പറയുന്നത് ദൈവം തന്നെക്കുറിച്ച് അറിയാവുന്നതെല്ലാം വെളിപ്പെടുത്തിയെങ്കിലും
അവരത് അവരുടെ വ്യർത്ഥബുദ്ധി എന്നുള്ളത് വെയിൻ റീസണിങ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെയിൻ റീസണിങ്, യുക്തിയില്ലാത്ത എന്നുള്ളതിനേക്കാൾ ഉപരി ഫ്യൂട്ടൈൽ അല്ലെങ്കിൽ ശൂന്യമായ അവരുടെ വെയിൻ ആർഗ്യുമെന്റ്സില് അവരെന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തെ അവർ തള്ളിക്കളഞ്ഞു. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നമ്മൾ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നതുമായിട്ട് കുറച്ചൊരു വ്യത്യാസമുണ്ട്. കാര്യം നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തുന്നുള്ള വാക്കൊക്കെ അല്ല അവിടെ ശരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഞാനൊന്ന് പെട്ടെന്നൊന്ന് വായിക്കാം. അവിടെ എഴുതിയിരിക്കുന്നത് 21 മുതലുള്ള വാക്യം. ഫോർ ഓൾദോ ദേ ന്യൂ God, they did not honor him as God or give thanks to him, but they became futile in their thinking and their senseless minds were darkened. അവരുടെ സെൻസ്ലെസ് മൈൻഡ് എന്താണ്? അത് ഇരുട്ടായിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ബുദ്ധിപരമായ ഒരു കൺക്ലൂഷനിൽ എത്താനായിട്ട് പറ്റിയില്ല. കാരണം അവരുടെ വാദങ്ങൾ വ്യർത്ഥമായ വാദങ്ങളായിരുന്നു. Claiming to be wise, they became fools and exchanged the glory of the immortal God, changing the glory of the immortal God for images resembling mortal man or birds or animals or reptiles. അപ്പൊ അതിനുശേഷം therefore God gave them up in the lust of their heart's impurity to the dishonoring of their bodies among themselves. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവരെ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നത് gave them up in the lust of their heart. അവരുടെ ഹൃദയത്തിന്റെ ആ തൃഷ്ണകൾക്ക് അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിന്റെ മോഹങ്ങൾക്ക് ദൈവം വിട്ടുകൊടുക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം അവന്റെ ഡിവൈൻ പവർ ഉപയോഗിച്ച്, അതായത് ഈ ഇരുട്ടിനകത്ത് അല്ലെങ്കിൽ ഈ അന്ധകാരത്തിനകത്ത് അല്ലെങ്കിൽ ഈ റിബല്യനകത്ത് ദൈവത്തോട് റിബല്യസ് ആയിട്ട് നിൽക്കുന്നവനെ വേറെ എന്തെങ്കിലും ശക്തി ഉപയോഗിച്ച് അവനെ തള്ളി മാറ്റുന്നതിന് പകരം ദൈവം ഒടുവിൽ പറഞ്ഞു, നീ അങ്ങനെ റിബല്യസ് ആണെങ്കിൽ നീ അങ്ങനെ തന്നെ പൊക്കോ. ഇപ്പം നമ്മുടെ പിള്ളേര് ഇപ്പൊ ഇതിനകത്ത് ഒന്ന് എടുത്ത് ചാടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ എന്നാ നീ അങ്ങ് ചാടാൻ പറയും അല്ലേ, ചിലപ്പോൾ പറയും എന്ന് പറഞ്ഞ പോലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി എന്താണ് ദൈവം അവരെ കൊണ്ട് ഇത് ചെയ്യിച്ചു എന്ന്. ഇപ്പം ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ള വാക്ക് വായിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും അത് ദൈവത്തിന്റെ ഒരു കുഴപ്പമായിട്ട്. പക്ഷെ അങ്ങനല്ല. അവരുടെ ഹൃദയത്തിന്റെ മോഹങ്ങളിൽ നിന്ന് അവർക്ക് മാറാനായിട്ട് ഒരു താല്പര്യവും ഇല്ലായിരുന്നു. അതുകൊണ്ട് ദൈവം ഓടി പറഞ്ഞു, നിന്റെ ഈ മോഹങ്ങൾ വളരെ സഹനീയമല്ല, അതിനപ്പുറത്താണ്. അതുകൊണ്ട് ആ മോഹങ്ങൾക്കനുസരിച്ച് അവരെ വിട്ടുകൊടുത്തു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ട്രാൻസ്ലേഷൻ. അപ്പോൾ പ്രകൃതിയിലെ ദൈവത്തിന്റെ വെളിപ്പാടുകളെ അംഗീകരിക്കാത്ത, അറിയാത്ത, നോക്കാത്ത, ഞാൻ പറഞ്ഞത് ചൂണ്ടുപലക മാത്രമാണ്. ആ ചൂണ്ടുപലക എങ്ങോട്ടാ? there is a God and he is waiting for you. അതാണ് വാസ്തവത്തിൽ പ്രകൃതി എന്ന് പറയുന്നത്. പ്രകൃതി എന്ന് എപ്പോഴും പറയുന്നതാണ്, ഒരു ദൈവമുണ്ട്, ആ ദൈവം നിന്നെ കാത്തിരിക്കുകയാണ്. ദൈവത്തെ അറിയണമെങ്കിൽ പ്രകൃതി എന്ന് പറ്റത്തില്ല. ദൈവത്തെ അറിയണമെങ്കിൽ ദൈവത്തിന്റെ അടുത്ത് ചെന്നാലേ പറ്റുള്ളൂ. കാര്യം ദൈവത്തെ വെളിപ്പെടുത്തുന്നത് ദൈവം മാത്രമാണ്. വേറെ ആർക്കും ദൈവത്തെ വെളിപ്പെടുത്താനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. The nature can teach you a lot of things and it can lead you to the knowledge of the holy. പരിശുദ്ധനെ കുറിച്ചുള്ള അറിവിലേക്ക് നിന്നെ നയിക്കാൻ ഒരുപക്ഷെ പ്രകൃതിയിലെ ജ്ഞാനം പര്യാപ്തമാണെങ്കിലും but it cannot give you the knowledge of the holy. അതിന് പരിശുദ്ധനെ കുറിച്ചുള്ള ജ്ഞാനം നൽകാൻ നിനക്ക് കഴിയത്തില്ല. അതായത് ദൈവത്തെ അറിയാൻ വേണ്ടി നിന്നെ അതിലേക്ക് നയിക്കാൻ, ദൈവത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ നമുക്ക് പ്രകൃതിയിലെ അറിവുകളോ സയൻസോ മറ്റേതോ അല്ലെങ്കിൽ ഹിസ്റ്ററിയോ ഒക്കെ വെച്ചൊക്കെയാണല്ലോ നമ്മളിപ്പോ ദൈവത്തെ പ്രൂവ് ചെയ്യാനൊക്കെ നോക്കുന്നത് ഇല്ലേ. ഇതൊക്കെ ദൈവത്തെ അറിയാനായിട്ടൊരു ചൂണ്ടുപലകയായിട്ട് നമ്മളെ ലീഡ് ചെയ്യാമെങ്കിലും അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തെ അറിയാൻ പറ്റത്തില്ല. അവിടെ നിന്ന് നമ്മൾ ദൈവത്തെ അറിയാനായിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നടന്ന് ചെന്നെങ്കിലേ പറ്റുള്ളൂ. അത് ദൈവം തന്നെ പകർന്നു കൊടുത്തേ പറ്റൂ. അല്ലാതെ ദൈവം വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ, ദൈവം തന്നെ വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തെ അറിയാനായിട്ട് കഴിയത്തില്ല. ദൈവം തന്നെ വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തെ അറിയാൻ കഴിയത്തില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൂര്യനെ തന്നെ കാണുന്നത് എങ്ങനെയാണ്? നമ്മൾ സൂര്യനെ എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? നമ്മൾ സൂര്യന്റെ ചൂട് കൊണ്ട് നമ്മൾ അറിയുന്നുണ്ട്. സൂര്യൻ നമ്മൾ എങ്ങനെ കാണുന്നത്? വെരി ഇൻട്രസ്റ്റിംഗ്. സൂര്യനെ കാണണമെങ്കിൽ സൂര്യപ്രകാശം 8 മിനിറ്റ് ട്രാവൽ ചെയ്ത് നമ്മുടെ കണ്ണിൽ വന്നിട്ട് ഈ കണ്ണിൽ നിന്നുള്ള റിഫ്ലക്ഷനിലാണ് നമ്മൾ സൂര്യനെ അറിയുന്നത്. അപ്പോൾ സൂര്യപ്രകാശത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൂര്യനെ അറിയുന്നത്. ആരും ചോർച്ചടിച്ചൊന്നും സൂര്യനെ കണ്ടിട്ടില്ലല്ലോ. നമ്മൾ അങ്ങനെ ചോർച്ചടിച്ചൊന്നും സൂര്യനെ കണ്ടിട്ടുണ്ടോ? അത് പറ്റത്തില്ല. കാര്യം സ്വയം പ്രകാശിതമായ ഒരു വസ്തുവിനെ കാണണമെങ്കിൽ ആ സ്വയം പ്രകാശിതമായ വസ്തു നമുക്ക് തന്നെ വെളിപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ കോടി സൂര്യന്മാരെ സൃഷ്ടിച്ചവനായ ദൈവം തന്നെ വെളിപ്പെടുത്താത്തിടത്തോളം കാലം നമുക്ക് ദൈവത്തെ അറിയാൻ കഴിയത്തില്ല. അതുകൊണ്ട്
പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഈ പഠനത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം അതാണ്. എന്താണ്? ആത്മാവ് തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തണം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ അറിയാൻ, വ്യക്തിയെക്കുറിച്ചല്ല, ആ വ്യക്തിയെ അറിയാനായിട്ട് ആ വ്യക്തി തന്നെ തന്നെ വെളിപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പരിശുദ്ധാത്മാവ് തന്നെ തന്നെ വ്യക്തിപരമായി വെളിപ്പെടുത്തേണ്ടതിന് അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വലിയ അഭിവാഞ്ച ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ സെഷനിൽ അങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ നീ നിന്നെ തന്നെ, പരിശുദ്ധാത്മാവ് തന്നെ തന്നെ വെളിപ്പെടുത്തണം. കാരണം അവനൊരു വ്യക്തിയാണ്. അതുകൊണ്ട് നമുക്ക് ഈ വ്യക്തിയെ ഒരു സുഹൃത്താക്കുക. ഈ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ക്ലാസ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഒരു ക്ലോസ് ഫ്രണ്ട് ആക്കുകയാണ്, ഒരു പേഴ്സണൽ ഫ്രണ്ട് ആക്കുകയാണ്, നമ്മുടെ ഒരു വ്യക്തി സുഹൃത്താക്കുകയാണ്. അവൻ നമ്മുടെ കൂടെ നടക്കണം, അവൻ നമ്മുടെ കൂടെ വരണം, അവനെ നമ്മൾ അറിയണം, നമ്മൾ അവനെ അറിയണം, അവൻ നമ്മളെ അറിയണം, നമുക്ക് ഒരുമിച്ച് നടക്കണം. പരിശുദ്ധാത്മാവ് നമുക്ക് അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ, ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പിന്നീട് പറയുന്നുണ്ട്, അതിനുവേണ്ടിയാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിയത് തന്നെ. നമുക്കൊരു ഫ്രണ്ടാണ്, ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ കൂടെ നടക്കാൻ വേണ്ടിയാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിയത്. അത് നമ്മൾ സാധിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ ബാക്കിയുള്ള പഠനങ്ങൾ കൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാകുന്നില്ല. ഓഫ്കോഴ്സ് ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ദൈവശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ കയറ്റി പറയാം. എങ്കിലും ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിനകത്തുനിന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് മുമ്പേ പറഞ്ഞ 112 കൂട്ടം കാര്യങ്ങൾ പഠിച്ചു പോകാന്നുള്ളതല്ല. ദാറ്റ് വി ആർ കമ്മിങ് ക്ലോസർ ടു ഗോഡ് ആൻഡ് ടു ദ ഹോളി സ്പിരിറ്റ്, ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ലീഡിംഗ് us in such a way that he is a reality to us in every moment of our life. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും പരിശുദ്ധാത്മാവ് ഒരു യാഥാർത്ഥ്യമായി തീരേണ്ടതിന് വേണ്ടിയാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. വേർഡ് സ്റ്റഡി വേണമെങ്കിൽ എടുക്കാമെന്നുള്ള നിലയിൽ ഞാൻ പറയാണ്. എന്താണ് പരിശുദ്ധാത്മാവ് എന്നതുകൊണ്ട്, അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ഏതൊക്കെ നിലയിലാണെന്നുള്ളത് അത് ഞാൻ പറഞ്ഞല്ലോ. വളരെ വളരെ ഒന്ന് തൊട്ടുതൊടിച്ച് മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. ഒന്നാമത്, ഈ പരിശുദ്ധാത്മാവിന് അല്ലെങ്കിൽ ആത്മാവെന്ന വാക്ക്, സ്പിരിറ്റ് എന്ന വാക്കിന് ഹീബ്രുവില് റുവാഹ് എന്ന് പറയുന്ന ഒരു വാക്കും ഗ്രീക്കിലെ ന്യൂമ എന്ന് പറയുന്ന ഒരു വാക്കുമാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഒരു ഹീബ്രു വാക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ഉദ്ദേശത്തോടൊന്നുമല്ല വരുന്നത്. കാര്യം ഹീബ്രു പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ലക്ഷ്യം. പിന്നെ ഇവിടുത്തെ ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വാക്കുകളെ ഉപയോഗിക്കുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ആർക്കും ഒരു ബാലികറമലയാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതായത് നോർമൽ ഏതൊരാൾക്കും, നമ്മുടെ ഈ പ്രസംഗം കേൾക്കുന്നവർക്കും ഇതിന്റെ CD കേൾക്കുന്നവർക്കും അവരുടെ വിദ്യാഭ്യാസപരമായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ സാമൂഹികമായ വ്യത്യാസങ്ങളോ ഒന്നും, അല്ലെങ്കിൽ അവരുടെ ഇന്റലക്ച്വൽ എബിലിറ്റി ഒന്നും ഇത് പഠിക്കുന്നതിൽ നിന്ന് അവരെ മാറ്റി നിർത്താനായിട്ട് പാടില്ല എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ കഴിവതും ഏറ്റവും ലളിതമായ ഭാഷയിൽ ഇത് ഉപയോഗിക്കാൻ പരിശ്രമിക്കുന്നത്. പല അർത്ഥത്തില് ഈ റുവാ അല്ലെങ്കിൽ ന്യൂമ എന്ന് പറയുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അടിസ്ഥാനപരമായ അതിന്റെ അർത്ഥം ആത്മാവ്, കാറ്റ് അല്ലെങ്കിൽ ശ്വാസം, ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. വേറെ പല കാര്യങ്ങൾ, പല വാക്ക് അല്ലെങ്കിൽ പല അർത്ഥത്തിൽ പല അർത്ഥങ്ങൾ പ്രതിഫലിപ്പിക്കാനായിട്ട് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. പഴയ നിയമത്തില് ഈ പറയുന്ന റുവാ എന്ന് പറയുന്ന വാക്ക് ആത്മാവ് എന്ന അർത്ഥത്തില് 232 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ആത്മാവ് എന്ന് പറയുന്ന അർത്ഥത്തിൽ തന്നെ 232 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. കാറ്റ് എന്ന അർത്ഥത്തില് 92 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഒന്നും ഓർത്തിരുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടൊന്നും നരതി പോകുന്നില്ല കേട്ടോ, എന്നാലും ഞാനൊക്കെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. 92 പ്രാവശ്യം അത് ഉപയോഗിച്ചിട്ടുണ്ട്. ശ്വാസം എന്ന അർത്ഥത്തില് 27 പ്രാവശ്യം റുവാ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് മറ്റർത്ഥങ്ങളിലായിട്ട് 27 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 378 പ്രാവശ്യം ഓൾഡ് ടെസ്റ്റമെന്റില് റുവാ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ റൂഹ എന്ന് പറയുന്ന അതിന്റെ പ്രൊനൗൺസ് ചെയ്യുന്നതിനകത്തുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. റൂഹ എന്ന് പറയുന്ന വാക്ക് നമുക്കൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള വാക്കാണ്. റൂഹ, പരിശുദ്ധ റൂഹ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള വാക്കാണ്. അറാമിക്കിലും ഗ്രീക്കിലും ഒക്കെ ഏകദേശം, അല്ലെങ്കിൽ ഓൾഡ് ടെസ്റ്റമെന്റിലെ ഹീബ്രുവിലും ഒക്കെ, ഹീബ്രുവിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് റൂവാ എന്ന് പറയുന്നത്. അതിന്റെ എന്നാൽ അത് സിറിയക്കിലും ഒക്കെ വരുമ്പോഴത്തേക്ക് ദാറ്റ് കംസ് റുവാ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ദ സെയിം. ഇനി ന്യൂമ എന്ന വാക്ക് ന്യൂ ടെസ്റ്റമെന്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്പിരിറ്റ് എന്ന് മാത്രം, അതായത് മനുഷ്യന്റെ ആത്മാവിനും ദൈവത്തിന് സ്പിരിറ്റ് എന്ന അർത്ഥത്തില് ഒത്തിരി സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഓൾഡ് ടെസ്റ്റമെന്റിൽ ഉപയോഗിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാവശ്യമല്ല, എന്നാൽ കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്